ഇന്ത്യൻ ക്രിക്കറ്റ് ലീഗിൻ്റെ പരിശീലകനായി ന്യൂസിലൻഡിലെ സ്റ്റീവൻ ഫ്ലമിങ്ങിനെ തിരഞ്ഞെടുക്കാൻ BCCI ആലോചിക്കുന്നു എന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ വിവരങ്ങൾ? ഏറ്റവും പുതുതായിട്ട് വരുന്ന റിപ്പോർട്ടുകൾ ഇങ്ങനെയാണ്. അതായത് ഇന്ത്യൻ ടീമിന്റെ നിലവിലെ പരിശീലകൻ രാഹുൽ ദ്രാവിഡ് ആ സ്ഥാനത്ത് തുടരാൻ താല്പര്യമില്ലെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കരാർ അവസാനിച്ചതാണ് കഴിഞ്ഞ നവംബറിൽ തന്നെ. പക്ഷേ വീണ്ടും 2020 ലോകകപ്പ് വരെയെങ്കിലും തുടരണമെന്ന് ആവശ്യപ്പെട്ട് നിർബന്ധിച്ചുകൊണ്ടാണ് രാഹുൽ ദ്രാവിഡിനെ അങ്ങനെ ആ സ്ഥാനത്തെ നിലനിർത്തിക്കൊണ്ടുവന്നത്. പകരം പുതിയ പരിശീലകനെ ഉടൻ തേടുമെന്ന് കഴിഞ്ഞ ദിവസം BCCI സെക്രട്ടറി ജയ്ഷ അറിയിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ തന്നെ BCCIയുടെ പരസ്യം പുറത്തു വരികയും ചെയ്തു. മെയ് 27 വരെയാണ് അപേക്ഷിക്കാനുള്ള അവസരം. അപ്പോൾ അതിൽ തന്നെ BCCIക്ക് കൂടുതൽ താല്പര്യം ന്യൂസിലാൻഡിന്റെ മുൻ ഓപ്പണറായിട്ടുള്ള നായകനായിട്ടുള്ള സ്റ്റീഫൻ ഫ്ലെമിങ്ങിനെയാണ്. നിലവിൽ സ്റ്റീഫൻ ഫ്ലെമിങ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പരിശീലകനാണ്. ഇന്ത്യൻ താരങ്ങളുമായൊക്കെ തന്നെ അടുത്ത ബന്ധമുള്ള ആളാണ് സ്റ്റീഫൻ ഫ്ലെമിങ്. സൗമ്യനാണ്, ഇന്ത്യൻ സാഹചര്യങ്ങളുമൊക്കെ തന്നെ കൃത്യമായി അറിയുന്ന ഒരാളാണ്. അതുകൊണ്ട് സ്റ്റീഫൻ ഫ്ലെമിങ്ങിനെയാണ് കൂടുതൽ താല്പര്യം BCCIക്ക്. പക്ഷേ അദ്ദേഹം അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട്. അദ്ദേഹം ഉടൻ തന്നെ അപേക്ഷ കൊടുക്കുമെന്നാണ് BCCI പ്രതീക്ഷിക്കുന്നത്. സ്റ്റീഫൻ ഫ്ലെമിങ് ഇല്ലെങ്കിൽ ഒരുപക്ഷെ ടോം മൂഡി, ജസ്റ്റിൻ ലാംഗർ എന്നീ വിദേശ പരിശീലകരെയും BCCI ആലോചിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇതിഹാസ താരങ്ങളിലൊരാളായ VVS ലക്ഷ്മൺ അദ്ദേഹം ഈ സ്ഥാനത്തേക്ക് അപേക്ഷ സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ രാഹുൽ ദ്രാവിഡ് ഇടയ്ക്ക് വിശ്രമമെടുത്ത സമയത്തൊക്കെ തന്നെ VVS ലക്ഷ്മണാണ് ഇന്ത്യൻ ടീമിനെ താൽക്കാലികമായി നയിച്ചത്. ദേശീയ ക്രിക്കറ്റ് അക്കാദമിയുടെ അധ്യക്ഷനാണ്, ഡയറക്ടറാണ് നിലവിൽ VVS ലക്ഷ്മൺ. ഒരുപക്ഷെ VVS ലക്ഷ്മണും ഈ സ്ഥാനത്തേക്ക് കൊടുക്കുന്നു. വളരെ ഏറ്റവും പുതുതായി വരുന്ന മറ്റൊരു വാർത്ത, ഒരുപക്ഷെ രവി ശാസ്ത്രി വീണ്ടും ഇന്ത്യൻ ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് അപേക്ഷിച്ചേക്കും എന്നുള്ള ഒരു വാർത്തകളും പുറത്തു വരുന്നുണ്ട്. SK. Okay, thank you, Anil Vasudev.